ഓക്കെ, സോ നമ്മളുടെ ഡിസ്കഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 1993 ഒക്ടോബർ 12-നാണ്. ദെൻ ഇത് ക്രിയേറ്റ് ചെയ്യാനുണ്ടായ പ്രധാന റീസൺ ആ ടൈമിൽ നമ്മൾ പാസ്സാക്കിയ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ആണ്. അതിലെ പ്രൊവിഷൻസ് പ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി മീൻസ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ലോ, നിയമപരമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ബോഡിയാണ്. ആൻഡ് ദ ബേസിക് എയിം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സോ ദേ വിൽ ബി ആക്ടിങ് ആസ് എ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദി കൺട്രി. അതായത് ദി റൈറ്റ്സ് റിലേറ്റഡ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ guaranteed by the constitution or embodied by in international conventions and enforceable by courts in India. So basically ഇന്ത്യയിൽ അഗ്രി ചെയ്തിട്ടുള്ള, ആസ് പെർ ലോ ഇന്ത്യയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന, ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള എല്ലാ ഹ്യൂമൻ റൈറ്റ്സ്, ബേസിക് റൈറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രൊട്ടക്ഷനാണ് NHRC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബോഡി ആയിട്ടാണ് NHRC വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ്സ് റിലേറ്റിംഗ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടത്, ലിബർട്ടി, സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള അവകാശം, ഫ്രീഡമാണ് ഉദ്ദേശിക്കുന്നത്, ദെൻ ഇക്വാലിറ്റി, ദെൻ ഡിഗ്നിറ്റി, ആൻഡ് ഇതെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തരുന്നുണ്ട്. അത് കൂടാതെ ഇന്റർനാഷണലി അക്ലെയിം ചെയ്യുന്ന ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് പ്രകാരം UN പോലുള്ള ബോഡികൾ എഗ്രി ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയാസും ക്രോസ് ചെക്ക് ചെയ്യുക. അതെല്ലാം ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൺസിനും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതാണ് പ്രധാനമായിട്ടും NHRCയുടെ ഡ്യൂട്ടി. ദെൻ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൺഫോമിറ്റി വിത്ത് ദി പാരീസ് പ്രിൻസിപ്പിൾസ്. പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടി പാരീസിലൊരു കൺവെൻഷൻ നടക്കുകയോ അത് പ്രകാരം ക്രിയേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ്. ദാറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1991. ഓക്കെ, ഇതൊരു ഡിക്ലറേഷനായിട്ട്, ഒരു പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ആൻഡ് എൻഡോഴ്സ്ഡ് ബൈ ജനറൽ അസംബ്ലി ഓഫ് UN ഇൻ 20th December 1993. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് റിലേറ്റിംഗ് ടു ഹ്യൂമൻ റൈറ്റ്സ്. അതിനെയാണ് പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ പാരീസ് പ്രിൻസിപ്പിൾസിന്റെ ആ ഇയേഴ്സ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. 1991 പാരീസ് പ്രിൻസിപ്പിൾസ് വരുന്നു. അതിനുശേഷം 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നമ്മൾ പാസ്സാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് NHRC ഇന്ത്യയിൽ നിലവിൽ വരുന്നു. Then you need to know what is human rights. As per UN definition, these rights are inherent to all human beings. ലോകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും അനുവദിച്ചിരിക്കുന്ന റൈറ്റ്സ്, regardless of race, sex, nationality, ethnicity, language, religion or any other status. അതായത് അയാളുടെ വർണ്ണമോ അല്ലെങ്കിൽ ജെൻഡറോ നാഷണാലിറ്റിയോ ഇതൊന്നും നോക്കാതെ എല്ലാ ഇൻഡിവിജ്വൽസിനും, ലോകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരേ രീതിയിൽ കിട്ടേണ്ട അവകാശങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ human rights include right to life and liberty. That's included in our constitution as per article 21. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21-ൽ പറയുന്ന റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി 21. ഓക്കെ, ദെൻ ഫ്രീഡം ഫ്രം സ്ലേവറി ആൻഡ് ടോർച്ചർ, ഫ്രീ ആയിരിക്കണം. ദെൻ ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. ഒപ്പീനിയൻ, നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കണം. ഇതൊക്കെ ആർട്ടിക്കിൾ 19-ൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട്. ദെൻ റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ, നമുക്ക് ജോലി ചെയ്യാനുള്ള അധികാരം, അതേപോലെ വിദ്യാഭ്യാസം നേടാനുള്ള അധികാരം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A-ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആൻഡ് മെനി മോർ. സോ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ലൈക്ക് ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, ലിബർട്ടി, ദെൻ സ്ലേവറിയിൽ നിന്നും ടോർച്ചറിൽ നിന്നുമുള്ള ഫ്രീഡം, അതേപോലെ ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രഷൻ, ദെൻ റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ പോലുള്ള എല്ലാ റൈറ്റ്സും നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിന്റെ പാർട്ടായിട്ട് തന്നെ പെടുത്താം. ദെൻ ദീസ് ആർ എൻറ്റൈറ്റിൽഡ് ടു എവരി വൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ലോകത്തുള്ള എല്ലാവർക്കും അവകാശപ്പെട്ട, ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ എല്ലാവർക്കും അവകാശപ്പെട്ട റൈറ്റ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ റിപ്പീറ്റ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ഇൻഹെറന്റ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ്. എല്ലാ ഇൻഡിവിജ്വൽസിനും
അവകാശപ്പെട്ട എല്ലാ ഇൻഡിവിജ്വൽസിനും കൊടുത്തിരിക്കുന്ന മിനിമം റൈറ്റ്സ് ആണ് ആക്ച്വലി ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് റിഗാർഡ്ലെസ് ഓഫ് റേസ്, സെക്സ്, നാഷണാലിറ്റി, എത്നിസിറ്റി, ലാംഗ്വേജ്, റിലീജിയൻ ഓർ എനി അതർ സ്റ്റാറ്റസ്. ഇത്തരത്തിലുള്ള ഒന്നും നോക്കാതെ എത്നിക്കലി അവർ പുറകോട്ടാണ്, അല്ലെങ്കിൽ അവരുടെ റേസ്, വർഗം എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയാണ്, അങ്ങനെ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ ഏഷ്യൻ എത്നിസിറ്റി ഉള്ളവരാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ എത്നിസിറ്റി ഉള്ളവരാണ്, അങ്ങനെ ഒന്നും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ എല്ലാ ഇൻഡിവിജ്വലിനും ഒരേ രീതിയിൽ ലഭിക്കുന്ന റൈറ്റ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ റൈറ്റ്സിനകത്ത് നമുക്ക് പെടുത്താവുന്നത് ലൈഫ് വരുന്നുണ്ട്, ജീവിക്കാനുള്ള അവകാശം, ദെൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം നമ്മുടെ ഒപ്പീനിയനും, നമ്മളുടെ അതേപോലെ we must be free from torture and slavery, right to education must be there, right to work need to be there. So likewise ഇതെല്ലാം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പറയാം. സോ ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ബേസിക് എയിം. ദെൻ റിഗാർഡിംഗ് ദി ബാക്ക്ഗ്രൗണ്ട്, ഇത്തരത്തിലൊരു കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം സംഭവിച്ചിട്ടുള്ള വേരിയസ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ദാറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ UN in 1948 December 10. ഇതിനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്ന് പറയുന്നത്, December 10. UN ജനറൽ അസംബ്ലി അത് അംഗീകരിച്ചു, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അത് അഡോപ്റ്റ് ചെയ്തു. ദെൻ അത് പ്രകാരം December 10 എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ടാണ് UN സെലിബ്രേറ്റ് ചെയ്യുന്നത്. Then it is a milestone declaration in the history of human rights which set out for the first time fundamental human rights to be universally protected. സോ ഇത്തരത്തിലൊരു ഡിക്ലറേഷൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു ഫണ്ടമെൻ്റൽ ഏറ്റവും ബേസിക് ലെവലിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്നും അത് എല്ലാ ഇൻഡിവിജ്വലിനും കിട്ടണമെന്നും. സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്ന ടൈം പീരീഡാണ്. കഴിഞ്ഞതിന് ശേഷം UN ക്രിയേറ്റ് ചെയ്യുകയും UN അതിനുശേഷം ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് 1948 പാസ്സാക്കിയ ഡിക്ലറേഷനാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ, ഓർ ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. ഇത് പാസ്സാക്കുന്നത് വഴി ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു മിനിമം റൈറ്റ്സ് ഉണ്ട്. ആ മിനിമം റൈറ്റ്സ് എല്ലാ ഇൻഡിവിജ്വൽസിനും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ഓക്കെ, ഈ ഒരു എയിമോട് കൂടിയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഇൻ December 10. ആസ് ഐ സെഡ്, ഓൺ December 10 എല്ലാ വർഷവും നമ്മൾ ഇതിനെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു, വിച്ച് ഈസ് ദി ആനിവേഴ്സറി ഓഫ് യുണൈറ്റഡ് ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. സോ അത്രയും അറിയുക. ഇൻ ഡ്യൂ ടൈം ദി ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രെങ്തനിങ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ഇൻ 1991 in a UN meeting that was conducted in Paris, has developed a set that is known as Paris Principles. So basically 1991 ആവുന്നതോടുകൂടി ഒരു കോൺഫറൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻസ് പാരീസിൽ വെച്ച് കണ്ടക്ട് ചെയ്തു. ഈ ഡിസ്കഷൻ്റെ എൻഡിൽ there was a need to create a set of principles governing human rights. ഇതിനു വേണ്ടി ഒരു പാരീസ് പ്രിൻസിപ്പിൾസ് എന്നുള്ള പേരിൽ ഒരു സെറ്റ് ഓഫ് ജനറൽ ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ദീസ് പ്രിൻസിപ്പിൾസ് became the foundation for the establishment and operation of national human rights institutions. ബേസിക് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതാണ്. പാരീസ് ഡിക്ലറേഷന് ശേഷം അല്ലെങ്കിൽ പാരീസ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തതിന് ശേഷം രാജ്യങ്ങളൊക്കെ തന്നെ അവരവരുടെ നാഷണൽ ലെവലിൽ ചെറിയ നാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടി ഉള്ള മിഷനറി ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ആരംഭിച്ചു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇന്ത്യയും ഇത്തരത്തിലൊരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പാസ്സാക്കുന്നു. അതിനുശേഷം 1993 തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. This act also authorized state government to establish state human rights commission. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ആക്ട് പ്രകാരം, ഏത് ആക്ടാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. Then the Human Rights Council. Next topic is Human Rights Council. The Human Rights Council is the intergovernmental body created by United Nations General Assembly
റെസൊല്യൂഷൻ ഓൺ 15th March 2006. സോ ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഗവൺമെന്റുകൾ ചേർന്നുകൊണ്ട്, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. ഇറ്റ് ഹാസ് റീപ്ലേസ്ഡ് ദി ഫോർമൽ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. സോ അതുവരെ ഉണ്ടായിരുന്ന ബോഡിയുടെ പേര് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്നായിരുന്നു. ഈ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. It is responsible for strengthening the promotion and protection of human rights around the globe. So ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഏരിയയിൽ, ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക, അവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്, പ്രോബ്ലംസും എല്ലാം സോൾവ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡി ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, സോ പല ഗവൺമെന്റുകൾ ഒത്തുചേർന്നുകൊണ്ട് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. ഇറ്റ് വാസ് പ്രീവിയസ്ലി നോൺ ആസ് യുണൈറ്റഡ് നേഷൻസ് കൗൺസിൽ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. അത് മാറ്റിയിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്നുള്ള പേരിലേക്ക് മാറിയത്. Then let's discuss about Human Rights Commission, National Human Rights Commission. നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ നമുക്ക് ആദ്യം നോക്കാം. സ്ട്രക്ചർ: നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇസ് എ മൾട്ടി മെമ്പർ ബോഡി വിച്ച് കൺസിസ്റ്റ് ഓഫ് ചെയർമാൻ ആൻഡ് 7 other members. സോ ബേസിക് സ്ട്രക്ചർ വരുമ്പോൾ ബേസിക്കലി ഒരു ചെയർമാൻ കൂടാതെ 7 മെമ്പേഴ്സ്. ഇതാണ് NHRCയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മെമ്പർഷിപ്പ്. അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ബോർഡ് മെമ്പേഴ്സ് നമുക്ക് പറയാവുന്നത് ചെയർമാനും 7 മെമ്പേഴ്സുമാണ്. ഈ ചെയർമാൻ ആൻഡ് 7 മെമ്പേഴ്സ്, ഈ 7 മെമ്പേഴ്സിൽ 3 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്. ഓക്കെ, സോ 3 പേരെന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്. That means they are being part of some other body, that's why they got membership here. അവർ മറ്റേതൊരു ബോഡിയുടെ പാർട്ട് ആയതുകൊണ്ട് അവർക്ക് ഇവിടെ മെമ്പർഷിപ്പ് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പ്രസിഡന്റ് അപ്പോയിന്റ്സ് ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ഹൈ പവേർഡ് കമ്മിറ്റി ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററുടെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോടുകൂടി, പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഒരു ഹൈ പവർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോടുകൂടി പ്രസിഡന്റ് ആണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സണെയും അതോടൊപ്പം തന്നെ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ദി ചെയർപേഴ്സൺ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ഫോർ 5 years or until the age of 70, whichever is earlier. സോ മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ്. 5 വർഷമാണ് ടെന്യൂർ, ഓർ 70 years whichever happens earlier. 5 വർഷം കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 70 years ഏജ് ആകുക, 70 ആകുക. ഈ 2 സിറ്റുവേഷനിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെയാണ് ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നത്. ദേ ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ഓൺ ചാർജസ് ഓഫ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ആസ് ഇൻ ദി കേസ് ഓഫ് ജഡ്ജസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവരെ റിമൂവ് ചെയ്യാനുള്ള, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് റിമൂവ് ചെയ്യാനുള്ള 2 ഗ്രൗണ്ട്സ് മാത്രമാണുള്ളത്. ഒന്നാമത്തെ ഗ്രൗണ്ട് മിസ്ബിഹേവിയർ പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി വന്നിട്ടുണ്ടാവണം. ഈ 2 സാഹചര്യങ്ങളിൽ മാത്രമേ ചെയർപേഴ്സണെയും മെമ്പേഴ്സിനെയും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ദെൻ ദി കമ്മീഷൻ ഓൾസോ ഹാസ് 5 സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസ് ലൈക്ക് ലോ ഡിവിഷൻ, ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ, പോളിസി റിസർച്ച് ആൻഡ് പ്രോഗ്രാം ഡിവിഷൻ, ട്രെയിനിങ് ഡിവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ. സോ ദീസ് ആർ ദി 5 ഡിവിഷൻസ്. കമ്മീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്മീഷന് 5 ഡിവിഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തത് ലോ ഡിവിഷൻ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. രണ്ടാമതായിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷനാണ്. സോ എന്തെങ്കിലും വയലേഷൻ നടന്നു എന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി. ദെൻ പോളിസി റിസർച്ച് ആൻഡ് പ്രോഗ്രാം ഡിവിഷൻ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക, ദെൻ അതുമായി ബന്ധപ്പെട്ട പോളിസീസ് ഡെവലപ്പ് ചെയ്യുക, അതിനു വേണ്ടിയുള്ളതാണ്. ആൻഡ് ട്രെയിനിങ് ഡിവിഷൻ, ആൻഡ് ഫൈനലി അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ. സോ ദീസ് ആർ ദി 5 ബോഡീസ്. ഈ 5 ഡിവിഷനാണ്, 5 ബോഡീസ് ആണ് ആക്ച്വലി
നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അകത്ത് വരുന്നത്. Then the chairman and the members of state commission are appointed by governor in consultation with chief minister, home minister, speaker of legislative assembly and leader of opposition in the state legislative assembly. സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കേസ് ആണെങ്കിൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നത് ആക്ച്വലി ചീഫ് മിനിസ്റ്റർ ആണ്. Let me repeat, അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദെൻ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആൻഡ് ഓപ്പോസിഷൻ. ഇത്രയും പേരാണ്. അതായത് ഒരാളോട് ചോദിച്ചിട്ടല്ല, ഇത്രയും പേരുടെ ഒപ്പീനിയൻ കേട്ടതിന് ശേഷമായിരിക്കും ഗവർണർ ഒരു ഇൻഡിവിജ്വലിനെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറിനകത്ത് ഓർക്കേണ്ടത്. ലെറ്റ് മി റിപ്പീറ്റ്, സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ചെയർപേഴ്സൺ പ്ലസ് 7 മെമ്പേഴ്സ്. ഇതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കോമ്പോസിഷൻ. ഇതിൽ 3 പേർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദേ ഗെറ്റ് ബിക്കോസ് ഓഫ് സം ഒഫീഷ്യൽ പൊസിഷൻ മറ്റേതൊരു പൊസിഷനിലെ മെമ്പേഴ്സ് ആയി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബിക്കം മെമ്പേഴ്സ് ഓഫ് ദിസ് ബോഡി. ഈ പാനലിലെ മെമ്പേഴ്സ് ആയിട്ട് മാറും. അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലൈക്ക് ഇൻ ദി കേസ് ഓഫ് നമ്മൾ വൈസ് പ്രസിഡന്റിന്റെ കേസ് പറഞ്ഞ പോലെ വൈസ് പ്രസിഡന്റ് ആകുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സണായി മാറുന്നു. സെയിം സിറ്റുവേഷൻ. ദെൻ പ്രസിഡന്റാണ് ഇവിടെ അപ്പോയിന്റ്മെന്റ് മേക്കിംഗ് ബോഡി. പ്രസിഡന്റ് ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ ഒരു ഹൈ ലെവൽ ഓഫീസേഴ്സും തമ്മിലുള്ള ഡിസ്കഷന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. ദെൻ ടെന്യൂർ എന്ന് പറയുന്നത് 5 years ആണ്, ഓർ 70 years of age, whichever is earlier. Then they can be removed only on 2 grounds. One is proven misbehavior, second is incapacity. ഈ 2 ഗ്രൗണ്ടിൽ മാത്രമേ അവരെ പുറത്താക്കാൻ സാധിക്കൂ. ദെൻ കമ്മീഷനെ ഡിഫറെന്റ് ഡിവിഷൻസ് ആയിട്ടാണ് കമ്മീഷൻ വർക്ക് ചെയ്യുന്നത്. 5 ഡിവിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ലോ ഡിവിഷൻ വരുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ, ദെൻ പോളിസി ഡിവിഷൻ, ട്രെയിനിങ് ഡിവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ. സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ഗവർണറാണ് ഓൺ ദി അഡ്വൈസ് ഓഫ് എ പാനൽ. ഈ പാനലിൽ വരുന്നത് ചീഫ് മിനിസ്റ്റർ ഉണ്ട്, ദെൻ ഹോം മിനിസ്റ്റർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്, അതേപോലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ വരുന്നുണ്ട്. ഇത്രയും പേരുടെ ഒരു പാനലാണ്. പാനലിന്റെ കൺസൾട്ടേഷൻ ശേഷമായിരിക്കും ഗവർണർ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. Then let's see what are the powers and functions of National Human Rights Commission. പവേഴ്സും ഫങ്ഷൻസും നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ഗ്രീവൻസസ് റിഗാർഡിംഗ് ദി വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് either suo moto or after receiving a petition. അതായത് ഫസ്റ്റ് തിങ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ പറ്റി പഠിക്കുക, ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അധികാരം ഇവർക്കുണ്ട്. സോ ഇത് 2 രീതിയിലാകാം. ഒന്നെങ്കിൽ അവർക്ക് സ്വമേധയാ കേസെടുക്കാം, ദാറ്റ് ഈസ് സുയോ മോട്ടോ, സ്വമേധയാ കേസെടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആഫ്റ്റർ റിസീവിങ് എ പെറ്റീഷൻ, വയലേഷനുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് കിട്ടി, ആ കംപ്ലൈന്റ് കിട്ടിയതിന് ശേഷം കേസെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അതർവൈസ് സ്വന്തമായിട്ടും കേസെടുത്ത് ഏതെങ്കിലും ഒരു ബേണിംഗ് ഇഷ്യൂ വരുവാണെങ്കിൽ, ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വന്നിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കേസെടുത്തും അന്വേഷിക്കാനുള്ള അധികാരം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. രണ്ടാമതായി, ഇറ്റ് ഹാസ് ദി പവർ ടു ഇന്റർഫിയർ ഇൻ എനി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ഇൻവോൾവിംഗ് എനി അലിഗേഷൻ ഓഫ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള അലിഗേഷൻ വരുന്ന ഏത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സിലും, ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഏത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സിലും ഇന്റർഫിയർ ചെയ്യാൻ, ഇടപെടാനുള്ള അധികാരം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. സോ 2 പവേഴ്സ് നമ്മൾ പറഞ്ഞു, 2 ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരം. രണ്ടാമതായിട്ട്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ പ്രൊസീഡിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള അധികാരവും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. മൂന്നാമതായിട്ട്, ഇറ്റ് ക്യാൻ വിസിറ്റ് എനി ജയിൽ ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദി കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു സീ ദി ലിവിംഗ് കണ്ടീഷൻസ് ഓഫ് ദി ഇൻമേറ്റ്സ് ആൻഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ദെയറോൺ. ഓക്കെ, സോ അഗെയിൻ ഇതിന്റെ ഒരു സ്പെഷ്യൽ പവറാണ് ജയിൽ വിസിറ്റ് ചെയ്യാം. ഓക്കെ, ജയിലോ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ വിസിറ്റ് ചെയ്തുകൊണ്ട്
ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൺട്രോളിലുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും വിസിറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഇൻമേറ്റ്സിൻ്റെ, അവിടുത്തെ തടവുപുള്ളികളാകാം, അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം റെക്കമെൻഡേഷൻസ് കൊടുക്കാനുള്ള അധികാരവും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. അടുത്തതായി, ഇറ്റ് ക്യാൻ റിവ്യൂ ദി സേഫ് ഗാർഡ്സ് പ്രൊവൈഡഡ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ or other law for the protection of human rights and recommend appropriate remedial measures. So protection of human rightsമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമോ മറ്റ് നിയമങ്ങൾ പ്രകാരമോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സേഫ് ഗാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ സേഫ് ഗാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇന്റർവ്യൂൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ളതിനൊക്കെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് പവറുണ്ട്. ദെൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ undertakes promotes research in the field of human rights. ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം. നെക്സ്റ്റ് ഫംഗ്ഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വർക്ക്സ് ടു സ്പ്രെഡ് ഹ്യൂമൻ റൈറ്റ്സ് ലിറ്ററസി എമംഗ് വേരിയസ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സോ ബേസിക്കലി എല്ലാ ആളുകൾക്കും ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് അറിയണം. അതിനുവേണ്ടി സൊസൈറ്റിയിൽ വരുന്ന എല്ലാ ഇൻഡിവിജ്വലിലേക്കും ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ബേസിക് അവയർനെസ് എത്തിക്കുക. അതിനുവേണ്ടി മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു ഫംഗ്ഷനാണ്. അടുത്തതായി, ദി കമ്മീഷൻ ടേക്സ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡ് വൈൽ പ്രൊവൈഡിംഗ് ഒപ്പീനിയൻസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വിത്തിൻ ദി parlance of the constitution or in law for the time being enforced. So കമ്മീഷന് ഇത്തരത്തിലുള്ള, അതായത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒപ്പീനിയൻ പറയുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കണമെന്നൊരു യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് അവരുടെ സ്റ്റാൻഡ്, അവരുടെ ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡ് അറിയിക്കാനുള്ള അധികാരമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡ് അവതരിപ്പിക്കാനുള്ള അധികാരം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. അടുത്തതായി, ഇറ്റ് ഹാസ് ദി പവർ ഓഫ് എ സിവിൽ കോർട്ട് ദാറ്റ് ക്യാൻ ഗ്രാൻഡ് ഇന്ററിം റിലീഫ്. സോ ഒരു സിവിൽ കോർട്ടിന്റെ അധികാര പരിധി, ക്രിമിനൽ കോർട്ടല്ല, ഒരു സിവിൽ കോർട്ടിനുള്ള എല്ലാ അധികാര പരിധിയും ഇവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ററിം, താൽക്കാലികമായിട്ടുള്ള ആശ്വാസം, ഇന്ററിം റിലീഫ് പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നിർത്തണം എന്നുള്ള രീതിയിലുള്ള ഓർഡേഴ്സ് ഇടാനുള്ള അധികാരം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. ദെൻ ഇറ്റ് ഓൾസോ ഹാസ് ദി അതോറിറ്റി ടു റെക്കമെൻഡ് പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ഓഫ് ഡാമേജസ്. കോമ്പൻസേഷൻ പേ ചെയ്യാനും അതേപോലെ ഡാമേജസ് പേ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം. ദെൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ credibility is duly reflected in large number of complaints received every year and the trust reposed in it by citizens. So ഇതിന്റെ ക്രെഡിബിലിറ്റി എവിഡന്റ് ആവുന്നത് ആക്ച്വലി ഇതിന് വർഷം തോറും കിട്ടുന്ന, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ വർഷം തോറും കിട്ടുന്ന നിരവധി കേസുകൾ എടുത്തുകൊണ്ടാണ്. അതായത് ഒരുപാട് കംപ്ലയിൻസ് കിട്ടുന്നുണ്ട്. ലൈക്ക് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായി ബന്ധപ്പെട്ട് നിരവധി പെറ്റീഷൻസ് ആണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മുമ്പിലെത്തുന്നത്. ഇത് തന്നെ ഒരു പ്രൂഫാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. ദെൻ ഇറ്റ് ക്യാൻ റെക്കമെൻഡ് ടു ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ടേക്ക് സ്യൂട്ടബിൾ സ്റ്റെപ്സ് ടു പ്രിവെന്റ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സോ ആനുവൽ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുന്നത് വഴി, പാർലമെന്റിന് മുമ്പിൽ ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് വഴി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇല്ലാതിരിക്കുക എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും പ്രൊവൈഡ് ചെയ്യുകയും നാഷണൽ കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ചെയ്യുന്നുണ്ട്. ദെൻ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഡസ് നോട്ട് ഹാവ് എനി മെക്കാനിസം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഒരു കൃത്യമായിട്ടുള്ള മെക്കാനിസം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ദെൻ ഇൻ മെജോറിറ്റി ഓഫ് കേസസ് ഇറ്റ് ആസ്ക്ഡ് concerned central or state government to investigate in the cases of violation of human rights. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനോടോ സെൻട്രൽ ഗവൺമെന്റിനോടോ റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആക്ച്വലി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കയ്യിലില്ല. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഇതിന്റെ പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞു. ഇവന്തോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് വിത്ത് ദി സപ്പോർട്ട് ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇവർക്ക് സാധിക്കില്ല. That is the first limitation. Second, it has been termed as India's teasing illusion by Soli Sorabji. He was a former Attorney General of India. Due to its incapacity to render any practical relief to the aggrieved party.
ആക്ച്വലി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. പക്ഷേ ഫൈനലി ഇവർ റെക്കമെൻഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ബൈൻഡിങ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഇല്യൂഷൻ മാത്രമാണ്, ഒരു യഥാർത്ഥ സംഗതിയല്ല, ഒരു ഇല്യൂഷൻ മാത്രമാണ് എന്നാണ് സോലി സൊറാബ്ജിയുടെ ഒപ്പീനിയൻ പ്രകാരം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി പറയുന്നത്. ദെൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻ വിതൗട്ട് ദി പവർ ടു എൻഫോഴ്സ് ഡിസിഷൻ. ആസ് ഐ സെഡ്, എൻഫോഴ്സിബിലിറ്റി ഈസ് നോട്ട് ദെയർ. അവർക്ക് ചെയ്യാവുന്നത് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ആൻഡ് ദീസ് റെക്കമെൻഡേഷൻസ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ എനിവൺ. അവർക്ക് തീരുമാനങ്ങൾ എടുത്ത് റെക്കമെൻഡ് ചെയ്യാം, അതനുസരിച്ച് കാര്യങ്ങൾ നടത്തണോ വേണ്ടിയൊന്ന് പാർലമെന്റിനും അതേപോലെ കൺസേൺഡ് പാർട്ടീസിനും തീരുമാനിക്കാം. ആൻഡ് ഫൈനലി, മെനി ടൈംസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇസ് വ്യൂഡ് ആസ് എ പോസ്റ്റ് റിട്ടയർമെന്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ജഡ്ജസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് വിത്ത് പൊളിറ്റിക്കൽ അഫിലിയേഷൻ. മോറോവർ, inadequacy of funds also hamper its work. ആക്ച്വലി ഇന്നത്തെ ഒരു നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് റിട്ടയർ ചെയ്തു പോയ ജഡ്ജസിനുള്ള ഒരു അഡീഷണൽ സപ്പോർട്ടാണ്. ഓക്കെ, 60-65 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്തു പോകുന്നു, അതിനുശേഷം 70 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു ബോഡി ആയിട്ടാണ് ആക്ച്വലി ഇന്നത്തെ സിറ്റുവേഷനിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ എൻഫോഴ്സിബിലിറ്റി ഇല്ല, സഫീഷ്യൻറ്റ് ഫണ്ട്സ് ഇല്ല. സോ ഇതെല്ലാം കൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബോഡി ആയിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദെൻ സജഷൻസ്, എങ്ങനെ ഇത് ഇംപ്രൂവ് ചെയ്യാം? There is a need for complete revamping of National Human Rights Commission to make it more effective and a truly watchdog of human rights violations in the country. So first thing, അതിൻ്റെ entire സെറ്റപ്പ് തന്നെ റീഫ്രെയിം ചെയ്യുക. ബിക്കോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ പറ്റി കൃത്യമായിട്ട് നോക്കിക്കണ്ട് വയലേഷൻ ഇല്ല എന്ന് ഉറപ്പാക്കുക എന്നാണ്, ഉറപ്പാക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ ആക്ച്വലി അതിനുള്ള സഫീഷ്യൻറ്റ് ഫണ്ട് ഇവരുടെ കയ്യിലില്ല, ഇൻവെസ്റ്റിഗേഷൻ ബോഡീസ് ഇല്ല. ഇതൊക്കെ കൊണ്ട് ഒരു നല്ല ഫ്രെയിംവർക്ക് ഇവർക്ക് നിലവിൽ ഇല്ല. സോ ഒരു ബെറ്റർ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എൻറ്റയർലി ഒരു റീവാമ്പിംഗ് ആവശ്യമാണ്. മൊത്തത്തിലായിട്ടുള്ള ഒരു അഴിച്ചുപണി ഉണ്ടെങ്കിൽ മാത്രമേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ ബെറ്റർ ആക്കാൻ സാധിക്കൂ നിലവിലെ സിറ്റുവേഷനിൽ. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സജഷൻ. രണ്ടാമതായിട്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എഫിക്കസി ക്യാൻ ബി എൻഹാൻസ്ഡ് ബൈ ഗവൺമെന്റ് ഇഫ് കമ്മീഷൻ ഡിസിഷൻസ് ആർ മെയ്ഡ് എൻഫോഴ്സിബിൾ. സോ കമ്മീഷന്റെ തീരുമാനങ്ങൾ ബൈൻഡിങ് ആണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു എൻറ്റയർ സ്ട്രക്ചർ റീഫോം ചെയ്യുക, സ്ട്രക്ചർ മാറ്റുക എന്നാണ്. ദെൻ സെക്കൻഡ് ആയിട്ട് പറയുന്നത് നമ്മളുടെ കമ്മീഷന്റെ ഡിസിഷൻസിനെ ബൈൻഡിങ് ആക്കുക. ഓക്കെ, ഇവർ തീരുമാനം എടുക്കുന്നത് ഫൈനൽ ആയിരിക്കണം, ദാറ്റ് മസ്റ്റ് ബി ബൈൻഡിങ് ഓൺ ദി പേഴ്സൺ. ആ ഒരു രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ തീരുമാനങ്ങൾക്ക് കുറച്ചും കൂടി വാലിഡിറ്റി വരും. ആൻഡ് തേർഡ്, there is a need to change composition of the commission by including members from civil society and activists. നിലവിലുള്ളത് റിട്ടയർ ചെയ്യുന്ന ജഡ്ജസും അതേപോലുള്ള ആളുകളും മാത്രമാണ്. വേറെ സിവിൽ സൊസൈറ്റിയിലെയും അതേപോലെ സോഷ്യൽ ആക്ടിവിസ്റ്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബെറ്റർ ഫോറം ക്രിയേറ്റ് ചെയ്യണം. അതും ഒരു സജഷനാണ് ഫോർ ദി ബെറ്റർമെന്റ്. നെക്സ്റ്റ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നീഡ്സ് ടു ഡെവലപ്പ് ആൻ ഇൻഡിപെൻഡന്റ് കേഡർ ഓഫ് സ്റ്റാഫ് ബൈ അപ്രോപ്രിയേറ്റ് എക്സ്പീരിയൻസ്. അവർക്ക് അവരുടേതായ ഒരു സ്റ്റാഫ് വേണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നെറ്റ്വർക്ക് വേണം. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ എന്നുള്ള റെക്കമെൻഡേഷൻ മാത്രമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സ്വന്തമായിട്ടൊരു സ്റ്റാഫ് കേഡർ ഉണ്ടെങ്കിൽ അവർക്ക് പല കാര്യങ്ങളിലും സ്വമേധയാ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, മെനി ലോസ് ഇൻ ഇന്ത്യ ആർ വെരി ഓൾഡ് ആൻഡ് ആർക്കൈക് in nature. By amending which government can bring more transparency in regulations. So നിലവിലുള്ള നിയമങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ദാറ്റ് വാസ് ഇൻ 1872. അന്ന് ബ്രിട്ടീഷ് പീരീഡിൽ ക്രിയേറ്റ് ചെയ്ത പല ആക്റ്റുകളും ഇന്നും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ പറഞ്ഞിട്ടുള്ള ആക്റ്റുകളെയെല്ലാം റീഫ്രെയിം ചെയ്തുകൊണ്ട് പുതിയ നിലയിൽ ഇന്നത്തെ സിറ്റുവേഷനിലേക്കുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വർക്കിംഗ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ സാധിക്കും. And finally, to improve and strengthen human rights situation in the country, state and non-state actors need to work in tandem. So ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ബെറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സ്റ്റേറ്റും അതേപോലെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ലൈക്ക്
NGOs പോലുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലൊരു ബെറ്റർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇവരുടെ ബേസിക് എയിം എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇല്ല, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അഷ്യൂർ ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ബേസിക് ഫങ്ഷൻസ് നമ്മൾ കണ്ടു. ദെൻ എങ്ങനെ അവരുടെ ബേസിക് സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സജഷൻസ് വരെയാണ് നമ്മൾ നോക്കി നിർത്തുന്നത്. അടുത്തതായി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി പറഞ്ഞതുപോലെ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയാണ്. So it shall inquire into violation of human rights in respect of matters specified in state list or concurrent list. That is the basic thing, basic difference while comparing with National Human Rights Commission. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ നടക്കുന്നതോ സെൻട്രലിൽ നടക്കുന്നതോ ഏത് കാര്യം വേണമെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാം. വെറസ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പെർവ്യൂ ഇസ് ലിമിറ്റഡ്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകളോ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകളിലോ വരുന്ന വയലേഷൻ മാത്രമാണ് ആക്ച്വലി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പെർവ്യൂവിൽ വരുന്നത്. ദെൻ ബട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓർ എനി അതർ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ഹാസ് ഓൾറെഡി എൻക്വയർഡ്, ദെൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഡസ് നോട്ട് ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ഇറ്റ്. സോ ഈ പറയുന്ന സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും വരുന്ന സബ്ജക്റ്റുകളാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അന്വേഷിക്കാവുന്നതും തീരുമാനം എടുക്കാവുന്നതെന്നും പറഞ്ഞു. പക്ഷേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള വേറെ ഏതെങ്കിലും ഒരു ബോഡിയോ ഈ കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനകത്ത് തീരുമാനം എടുക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനില്ല. ബിക്കോസ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മുകളിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പൊസിഷൻ. സോ ഒരു ഹയർ അതോറിറ്റി എന്നുള്ള രീതിയിൽ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അവർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബൈൻഡിങ് ആയിരിക്കും ഇവരുടെ അടുത്ത്. ഓക്കെ, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ തീരുമാനങ്ങൾ കൺസേൺഡ് അതോറിറ്റിയിൽ ബൈൻഡിങ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ ആക്ട് ചെയ്യാൻ സാധിക്കൂ. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ സിമിലർ ടു സ്റ്റേറ്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എന്താണോ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി നമ്മൾ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലും വരുന്നത്. ദെൻ കോമ്പോസിഷൻ, ഇറ്റ് ഹാസ് എ ചെയർമാൻ ആൻഡ് 2 മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ചെയർമാനും 7 മെമ്പേഴ്സുമാണ്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ചെയർമാനും 2 മെമ്പേഴ്സുമാണ് വരുന്നത്. ചെയർമാൻ ഷുഡ് ബി എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് മെമ്പേഴ്സ് ഷുഡ് ബി a serving or retired judge of High Court or district judge with 7 years experience and a person of knowledge or practical experience in the field of human rights. So 3 പേരുടെയും ക്വാളിഫിക്കേഷൻസ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരു റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഓക്കെ, ഹൈക്കോർട്ടിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. രണ്ടാമത്തെ ഇൻഡിവിജ്വൽ ഒന്നെങ്കിൽ ഒരു റിട്ടയേർഡ് ജഡ്ജ് അല്ലെങ്കിൽ 7 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിനും ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിനോ അല്ലെങ്കിൽ 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡിസ്ട്രിക്ട് ജഡ്ജിനും ഈ ഒരു പോസ്റ്റിലേക്ക് വരാം. അത് കൂടാതെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വിത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഏരിയയിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ. ഓക്കെ, സോ 3 പേര് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഹ്യൂമൻ റൈറ്റ്സ് ഏരിയയിൽ നിന്നും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ, ദെൻ റിട്ടയർഡ് ജഡ്ജ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജോ ഹൈക്കോടതി ജഡ്ജോ ആയിരുന്ന ഒരാൾ, അത് അല്ലെങ്കിൽ ഇവർ 2 പേരും മെമ്പേഴ്സ് ആയിട്ടും ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ചെയർപേഴ്സൺ ആയിട്ടും വരുന്ന 3 അംഗ ബോഡിയാണ് ആക്ച്വലി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, ദെൻ so as I said, members of state human rights commission are appointed by governor on the recommendation of a committee. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സ്. ഓക്കെ, സോ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ഒരു പാനലുണ്ട്. ആ പാനലിൽ വരുന്ന മെമ്പേഴ്സ് ചീഫ് മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നു, ദെൻ ഹോം മിനിസ്റ്റർ ഉണ്ട്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ദെൻ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. അതുകൂടാതെ സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ചെയർപേഴ്സൺ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളതിലാണെങ്കിൽ സ്പീക്കറും കൗൺസിലുള്ള ബോഡി സ്റ്റേറ്റുകളിലാണെങ്കിൽ ലീഡർ ഓഫ് ഒപ്പോസിഷനും വരുന്നുണ്ട്, അതേപോലെ ചെയർപേഴ്സണും വരുന്നുണ്ട്. കൗൺസിൽ ഇല്ലെങ്കിൽ ഇവർ 2 പേരും വരില്ല. ഓക്കെ, ദെൻ റിമൂവൽ.
Removal is done by president on the grounds of bankruptcy. ഗ്രൗണ്ട്സ് ക്ലിയർ ആയിട്ട് നോക്കിയേക്കുക. ബാങ്ക്രപ്സി, അൺസൗണ്ട് മൈൻഡ്, ഇൻഫെമിറ്റി ഓഫ് ബോഡി ഓർ മൈൻഡ്, സെന്റൻസ്ഡ് ടു ഇംപ്രിസൺമെന്റ് ഫോർ എ ക്രൈം ഓർ എൻഗേജസ് ഇൻ പെയ്ഡ് എംപ്ലോയ്മെന്റ്. ഇത്രയും സിറ്റുവേഷനിൽ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ ബാങ്ക്രപ്റ്റ് ആവണം, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണം, ഇൻഫെമിറ്റി ഓഫ് ബോഡി, ബോഡിക്ക് അല്ലെങ്കിൽ മനസ്സിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പെട്ട് ഇംപ്രിസൺമെന്റ് വന്നിട്ടുള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എംപ്ലോയ്മെന്റിൽ, വേറൊരു എംപ്ലോയ്മെന്റിൽ വരാൻ പാടില്ല, മറ്റേതെങ്കിലും ഒരു പെയ്ഡ് എംപ്ലോയ്മെന്റിൽ വന്നിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അവർ റിമൂവ് ചെയ്യപ്പെടും. He can also be removed for proven as in the case of National Human Rights Commission, proven misbehavior അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയും വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിലും ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാം. ആൻഡ് ഫൈനലി he can resign by writing a letter to governor as well. So these are the ground of removal. റിമൂവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യുന്ന ഗ്രൗണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ബാങ്ക്രപ്സി, അൺസൗണ്ട് മൈൻഡ്, ഇൻസാനിറ്റി, അല്ലെങ്കിൽ സെന്റൻസ്ഡ് ടു ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ പെയ്ഡ് എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്നു. ഈ സിറ്റുവേഷനിലൊക്കെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യപ്പെടും. ഇനി ഇതല്ല സിറ്റുവേഷൻ എങ്കിൽ പ്രൂവൺ മിസ്ബിഹേവിയർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഉണ്ടാവുക. ഈ രണ്ട് സാഹചര്യങ്ങളിലും ഇദ്ദേഹം റിമൂവ് ചെയ്യപ്പെടും. അതേപോലെ സ്വമേധയാ ഒരു റെസിഗ്നേഷൻ എഴുതി വെച്ചും പുറത്തു പോകാനുള്ള പ്രൊവിഷനുണ്ട്. ദെൻ ഹിസ് പവേഴ്സ്, ഈ ഒരു ബോഡിയുടെ പവേഴ്സ് എടുക്കുകയാണെങ്കിൽ, കമ്മീഷൻ ഹാസ് ദി പവർ ഓഫ് സിവിൽ കോർട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നാഷണൽ കമ്മീഷന്റെ കേസ് പറഞ്ഞ പോലെ ഒരു സിവിൽ കോർട്ടിന്റെ പവർ തന്നെയാണ് ഈ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഉള്ളത്. ആൻഡ് ക്യാൻ ടേക്ക് കോഗ്നിസൻസ് of cases if received within 1 year of occurrence. ഒരു വർഷത്തിനുള്ളിൽ ഒരു ഇവന്റ് സംഭവിച്ച ഒരു വർഷത്തിനുള്ളിൽ ആ കേസ് ഇവരുടെ മുമ്പിൽ എത്തുവാണെങ്കിൽ ഇവർക്ക് ഏറ്റെടുത്ത് നടത്താം. അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസ് ഇവന്റ് സംഭവിച്ച ഒരു വർഷത്തിന് മുമ്പ് തന്നെ, ഒരു വർഷത്തിനുള്ളിൽ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അവർക്ക് അത് ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട്. രണ്ടാമതായിട്ട് ഇറ്റ് ക്യാൻ റെക്കമെൻഡ് കോമ്പൻസേഷൻ ടു വിക്ടിം, prosecution of the accused, but such recommendation are not binding. So compensation കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാം, അതേപോലെ പ്രോസിക്യൂഷൻ, ക്രിമിനൽ ഒഫൻസ് എടുത്തുകൊണ്ട് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യൂ എന്ന് റെക്കമെൻഡ് ചെയ്യാം. ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ മിയർ റെക്കമെൻഡേഷൻ മാത്രമാണ്. ഇറ്റ് വിൽ നോട്ട് ബി ബൈൻഡിങ് ഓൺ ദി അതോറിറ്റി. അവരായിരിക്കും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്, ബൈൻഡിങ് ആയിരിക്കില്ല. ഓക്കെ. Then he submits special and annual reports to state legislature along with action taken on and reasons for non-acceptance of advice. So, ഇദ്ദേഹം ഈ പറയുന്ന ബോഡിയുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ മുമ്പിലായിരിക്കും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പാർലമെന്റിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ മുമ്പിൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യും. ഈ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുത്തതെന്നും എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കാൻ പറ്റാതെ പോയതെന്നും എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെയും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെയും പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. താങ്ക് യു. ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഷെയർ ചെയ്യുക, വിൽ ഡിസ്കസ്. താങ്ക് യു.